ജ്യേഷ്ഠൻ, അതായത് എന്നോട് പറയുന്ന ആൾ, പുറത്തു പോയി വന്നപ്പോഴേക്ക് ഇവൻ ഈ 6 സീഡികളും കണ്ടു കഴിഞ്ഞു. ഒരിക്കലും ഈ ജ്യേഷ്ഠൻ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറല്ലാത്ത ആൾ ഇത് ഫുള്ള് കേട്ട് കഴിഞ്ഞു, സ്വസ്ഥമായി ഇരുന്ന് കേൾക്കുകയാണ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിൽ ഞാൻ ചെന്നു. അപ്പോൾ അവിടെ വേറെ ആളുകളുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ പിന്നെ പരിചയപ്പെട്ടു, കൂടുതൽ സംസാരമായി. അപ്പോൾ അതിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു തന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം ശരിയായ തൗഹീദ് ആദർശത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ ഈ ഒരു ആദർശത്തിലേക്ക് വന്ന ഒരു സംഭവമാണ് അദ്ദേഹം എന്നായിട്ട് പങ്കുവെച്ചത്. ഒരുപാട് കാലം നാട്ടിൽ വെച്ച് അനിയനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ നമ്മുടെ ഒരു കാര്യങ്ങൾ വായിക്കാനോ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ കേൾക്കാനോ ഈ ജ്യേഷ്ഠൻ്റെ ഒരു സംസാരം തന്നെ കേൾക്കാൻ തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ്. എനിക്ക് ഉസ്താദുമാരുണ്ട് നാട്ടിലെ, എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഞാൻ ആ ആദർശത്തിൽ ജീവിച്ചോളാം എന്ന് പറയണ്ടേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ജ്യേഷ്ഠൻ അനിയനെ ഗൾഫിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഉമ്മയുണ്ട്. ഉമ്മാനെ ആദ്യം കൊണ്ടുപോയിട്ടുണ്ട്, അതിലേക്ക് അനിയനെ കൂടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ ജ്യേഷ്ഠന് ഒന്ന് പുറത്തു പോകേണ്ടി വന്നു. ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, ഉമ്മാൻ്റെ അടുത്ത് നീ ഉണ്ടല്ലോ, ഞാനൊന്ന് പുറത്തു പോയി വരാം, ഒരാവശ്യത്തിന് പുറത്തു പോവുകയാണ് അദ്ദേഹം. അനിയൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അവിടെ. അന്നിപ്പോൾ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ അവിടെ ടി വി ഉണ്ട്, CD പ്ലേ ചെയ്യുന്ന ഒരു CD പ്ലെയറുണ്ട്. കുറച്ച് മുമ്പാണ്, കുറേ കാലം മുമ്പാണ്. അപ്പോൾ അദ്ദേഹം, ഈ അനിയൻ അവിടെ ഇങ്ങനെ നോക്കി, കുറച്ച് CD അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, അവിടെ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ട്. ഹുസൈൻ സലഫിയുടെ നാദാപുരം ഖണ്ഡനത്തിൻ്റെ 6 CD അവിടെ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠൻ, അതായത് എന്നോട് പറയുന്ന ആൾ, പുറത്തു പോയി വന്നപ്പോഴേക്ക് ഇവൻ ഈ 6 സീഡികളും കണ്ടു കഴിഞ്ഞു. ഒരിക്കലും ഈ ജ്യേഷ്ഠൻ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറല്ലാത്ത ആൾ ഇത് ഫുള്ള് കേട്ട് കഴിഞ്ഞു, സ്വസ്ഥമായി ഇരുന്ന് കേൾക്കുകയാണ്. വേറെ സുഹൃത്തുക്കളുടെയോ ആരുടെയും ഒരു ശല്യവും ഇല്ല, അവരുടെ ഇടപെടലും ഇല്ലാതെ ഇത് കണ്ടതുകൊണ്ട് ഈ ശരിയായ ആദർശം അയാൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇദ്ദേഹം കേൾക്കാൻ വേണ്ടി നമ്മുടെ ജ്യേഷ്ഠൻ അവിടുന്ന് മാറിക്കൊടുത്തതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാവാം, എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അള്ളാഹു ഒരാളെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒന്നും അതിന് തടസ്സമില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാര്യമായിട്ട് പറയാൻ തോന്നുന്ന ഒരു കാര്യം. വേറൊന്ന്, നമ്മളിതുപോലെ എന്ത് ചെയ്തു, നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകൾ ശരിയായ ആദർശത്തിലല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷേ നമുക്കെങ്കിലും ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തോ എന്നുള്ളൊരു ചിന്ത കൂടിയാണ് ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. സത്യത്തിൽ അദ്ദേഹം അവിടുന്ന് പോകുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഇന്ന് കേരളത്തിലുടനീളം ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് വരുന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹിദായത്ത് പരിപൂർണമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഒരുപാട് അറിവുകളിലേക്ക് എത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.